ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ബജ്ജിയാണ്. കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി നിങ്ങൾ ചേർക്കുമ്പോഴത്തേനും കോളിഫ്ലവർ എത്രയുണ്ട് അതനുസരിച്ചിട്ട് വേണം മാവെടുക്കാൻ. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് പത്തിരിപ്പൊടിയാണ്. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ശകലം സോഡാപ്പൊടി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കലക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കരുത്. ആദ്യമേ കുറച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് നമ്മുടെ മാവെല്ലാം റെഡിയാക്കി എടുക്കാൻ. കോളിഫ്ലവർ ഇവിടെ വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം ആവാൻ. ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇവിടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ, ബൈ.